നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരെ ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറച്ച് ചെറുമീനുമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം 7 വട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാരായിരുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മഗധ ദേശത്ത് എത്തി. കർത്താവായ യേശുവിൻ്റെ വചനം കേൾക്കാൻ, അതുപോലെ യേശുവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിക്കുവാൻ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ യേശു ആയിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതൊരു കാട്ടുപ്രദേശം അല്ലെങ്കിൽ ഒരു പുൽമേട് ആയിരുന്നു. ഏതാണ്ട് 4000 പുരുഷന്മാരും കുറേ സ്ത്രീകളും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വായിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട മുടന്തർക്കും കുരുടർക്കും ഊമർക്കും കൂനർക്കും ഒക്കെ സൗഖ്യമുണ്ടായി. പക്ഷേ സൗഖ്യമുണ്ടായിട്ടും അവർ പോയില്ല. അവർ കേവലം സൗഖ്യത്തിന് വേണ്ടി അല്ല വന്നത്. സൗഖ്യം തരുന്ന ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ അറിയാൻ, യേശുവിനോട് കൂടെ വസിക്കാൻ, യേശുവിൽ നിന്ന് വചനം കേൾക്കാൻ, അല്ലെങ്കിൽ ഒരാത്മീക ജീവിതത്തിന്, യേശുവിനോടൊത്തൊരാത്മീയ ജീവിതത്തിന് വേണ്ടിയാണ് അവർ വന്നത്. അതുകൊണ്ട് സൗഖ്യം കിട്ടിയ മനുഷ്യർ പോയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവിടെ ആഹാരത്തിനൊരു സാധ്യതയുമില്ല. അവരാരും ആഹാരം കഴിച്ചിട്ടില്ല. 3-ാം ദിവസം അവരെ പറഞ്ഞയക്കുന്ന സമയത്ത് യേശു പറയുകയാണ്, എനിക്കവരോട് മനസ്സലിവ് തോന്നുന്നു. പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. വഴിയിൽ അവർ തളർന്ന് പോകും. കഴിഞ്ഞ 3 ദിവസമായി യേശു ആഹാരം കഴിച്ചിട്ടില്ല. അതേക്കുറിച്ച് ഒരു പരാതിയും തനിക്കില്ല. പ്രിയപ്പെട്ടവർ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 24-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ എന്നാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം പേരുണ്ട്. യോബ് രോഗിയായിരുന്ന സമയത്ത് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരുന്ന, വേദന സഹിച്ചുകൊണ്ടിരുന്ന, നീറിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. യോബ് തൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചില്ല. യഹോവ തന്നെ യഹോവയെടുത്ത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. രോഗിയായ സമയത്ത് തൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാനിടയായി യോബ്. അതുപോലെ മോശ തനിക്ക് ലഭ്യമായിരുന്ന മിസ്രയീമിലെ നിക്ഷേപങ്ങൾ, അടുത്ത രാജാവായാൽ ആ നിക്ഷേപമെല്ലാം മോശയ്ക്കാണ്. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇസ്രായേൽ മക്കളുടെ നന്മ ലക്ഷ്യമാക്കി അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങുവാൻ ഇടയായിത്തീർന്നത്. നവമിയെക്കുറിച്ച് പഠിച്ചാൽ, നവമി വിധവയാണ്, വൃദ്ധയാണ്, ദരിദ്രയാണ്. അവൾ നോക്കാൻ ആരുമില്ല. എന്നാലും അവൾ രൂത്തിനൊരു കല്യാണം ഉണ്ടാകട്ടെ, രൂത്തിനൊരു വീടുണ്ടാകട്ടെ, രൂത്തിനൊരു കുടുംബം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാൻ തയ്യാറായി. അതായത് സ്വന്തം ഗുണം നോക്കാതെ
മറ്റുള്ളവരുടെ ഗുണം നോക്കിയ ആളുകൾ ഉദാഹരണത്തിനായിട്ട് ധാരാളം വേദപുസ്തകത്തിൽ ഉണ്ട്. ഇവിടെ യേശു എനിക്ക് വിശക്കുന്നു എന്നല്ല പറഞ്ഞത്, 3 ദിവസമായല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് എന്നല്ല. ഇവർ 3 ദിവസമായി വിശന്നിരിക്കുന്നു. ഇവരെ ഇങ്ങനെ പറഞ്ഞയക്കരുത്, പോകുന്ന വഴി അവർ തളർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ദൈവവചനം മാത്രം ആളുകൾക്ക് കൊടുക്കുന്നവരാകാൻ പാടില്ല. യേശു വചനം മാത്രമല്ലല്ലോ നൽകിയത്. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, നാം അത് പഠിച്ചതാണ്. ഇപ്പോൾ യേശു 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ വിശപ്പിൻ്റെ കാര്യത്തിൽ യേശുവിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇവരെല്ലാം മാനസാന്തരപ്പെടാനോ ഇവരെല്ലാം തൻ്റെ സഭയിൽ വരാനോ ഒന്നും ആഗ്രഹിച്ചല്ല. താന് നീതിമാനായ ദൈവമാണ്. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കുന്നവനാണ്. അവർക്ക് സൂര്യനെ പ്രകാശം നൽകുന്നവനാണ്. ദൈവം മനുഷ്യനായവനും അതുതന്നെ ചെയ്തു. അല്ലാതെ തൻ്റെ സഭയിൽ വന്നാൽ അത് ചെയ്യാമെന്നല്ല. നമ്മെ സംബന്ധിച്ചും നമ്മുടെ സഭയിൽ വരുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും, അവർ സഭയിൽ വരുമോ ഇല്ലയോ എന്നൊന്നുമല്ല, എല്ലാവർക്കും സഹായം ചെയ്യാൻ നമുക്ക് കഴിയണം. ഗലാത്യലേഖനത്തിൽ വായിക്കുന്ന നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്നാണ്. ഇവിടെ ശിഷ്യന്മാരുടെ യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 7 അപ്പവും കുറച്ച് ചെറിയ മീനുകളും അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യേശു അത് കയ്യിലെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. അത് വർദ്ധിച്ചു. അത് ശിഷ്യന്മാരുടെ പക്കലേക്ക് യേശു കൊടുത്തു. അവരത് വിളമ്പി. 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തിന്ന് അവർ തൃപ്തരായി. 7 വട്ടി നിറച്ചത് ബാക്കിയെടുക്കാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് നമ്മുടെ ഇല്ലായ്മയെ മാറ്റി നമുക്ക് സമൃദ്ധി തരുവാനായിട്ട് സാധിക്കും. യേശു നമ്മുടെ ആത്മരക്ഷയിൽ മാത്രമല്ല, നമ്മുടെ ഭൗതിക കാര്യത്തിലും ശ്രദ്ധയുള്ളവനാണ്. അത് നമുക്ക് ആവശ്യമാണല്ലോ. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുന്നോ വിചാരപ്പെടണ്ട. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പ് എൻ്റെ രാജ്യവും നീതി അനുഷ്ഠിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ധനികരാക്കുമെന്നല്ല, അന്നന്ന് നമുക്ക് വേണ്ടതൊക്കെ തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഈ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും ആരാധിക്കാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.